വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ. നമ്മൾ കാളിയ മർദ്ദനവും കാളിയ മോക്ഷവും ഒക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ശേഷോപാഖ്യാനത്തിലേക്ക് പോവുകയാണ്. യാതൊരു ഭഗവാന്റെ പാദരേണുക്കൾ അണിയാൻ യോഗികൾക്ക് കൂടി സാധിക്കുന്നില്ലയോ, ആ പാദങ്ങൾ തന്നെ ശിരസിലണിയാൻ ഭാഗ്യം സിദ്ധിച്ച കാളിയൻ്റെ പൂർവ്വ ജന്മകഥ കേൾക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ബഗലാശനോട് നാരദ മഹർഷി ചോദിക്കുകയാണ്. സ്വയംഭൂ അപ്പം നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുന്നു എന്തുകൊണ്ടാണ് കാളിയന് അങ്ങനൊരു ഭാഗ്യം കിട്ടിയതെന്നുള്ളത്. സ്വയംഭൂ മന്വന്തരത്തിൽ വേദശിരസ് എന്ന മഹർഷി വിന്ധ്യാചലത്തിൽ തപസ് ചെയ്തിരുന്നു. അതേ ആശ്രമത്തിൽ അശ്വശിരസ് എന്ന വേറൊരു മഹർഷിയും വന്നു. തന്നെ ശല്യം ചെയ്യാൻ അവിടെ വന്നുകൂടിയ അശ്വശിരസിനെ കണ്ട ദേവശിരസിന് കോപം വന്നു. രണ്ടുപേരും കൂടി ഒരേ ആശ്രമത്തിൽ പാർത്ത് തപസ് ചെയ്യുന്നത് സുഖപ്രദം ആവില്ലെന്നുള്ളതിനാൽ ആ സ്ഥലം വിട്ട് മറ്റെവിടെങ്കിലും പോകാൻ അശ്വശിരസിനോട് മഹർഷി നിർദ്ദേശിച്ചു. ഇത് കേട്ട് കോപം പൂണ്ട അശ്വശിരസ് പറഞ്ഞു, വിന്ധ്യാചലം ആരുടെയും തറവാട്ടുവകയില്ല. എനിക്കിഷ്ടമുള്ളിടത്തിരുന്ന് ഞാൻ തപസ് ചെയ്യും. അങ്ങേക്ക് വേണമെങ്കിൽ സ്ഥലം വിട്ടു പോയിക്കൊള്ളുക. ധാർഷ്ട്യം തുളുമ്പുന്ന അശ്വശിരസിന്റെ പ്രലപനം കേട്ട ദേവശിരസ് മുൻപിൻ നോക്കാതെ അദ്ദേഹത്തെ ശപിച്ചു. ഒരു പാമ്പിനെ പോലെ ഊതിക്കൊണ്ട് എന്നോട് കലമ്പുന്ന നീ ഒരു പാമ്പായി തന്നെ ഭവിക്കട്ടെ. ശാപം കേട്ട് അശ്വശിരസ് അതേ ഊക്കോടെ തന്നെ പ്രതിവദിച്ചു. ഇത്രയും ചെറിയ കാര്യത്തിനായി എന്നെ ശപിച്ചുകൊണ്ട് കാക്കയെപ്പോലെ കരച്ചിൽ കൂട്ടുന്ന നീ ഒരു കാക്കയായി ഭവിക്കട്ടെ. ശാപവും പ്രതിശാപവും കഴിഞ്ഞപ്പോൾ രണ്ടുപേർക്കും ഖേദം തോന്നി. അവർ ഭഗവാനെ സ്മരിച്ചു. മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷീഭവിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എൻ്റെ ഭക്തന്മാരാണ്. നിങ്ങൾക്ക് ഇത്രയും കോപം വരാൻ പാടില്ലായിരുന്നു. എൻ്റെ ഭക്തന്മാരുടെ വാക്ക് വൃഥാവിലാകാൻ ഞാൻ അനുവദിക്കുകയില്ല. ഈ ശാപങ്ങളുടെ ഭവിഷ്യത്തിനെ നിഷ്ഫലമാക്കാൻ എനിക്ക് കഴിയുമെങ്കിലും ഞാൻ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അസത്യവാദം എന്ന ദോഷം സംഭവിക്കും. അശ്വശിരസേ, അങ്ങയുടെ മൂർധാവിൽ എൻ്റെ പാദങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കാം. അങ്ങയ്ക്ക് ഗരുഡഭയം ഉണ്ടാവുന്നതല്ല. ഭഗവാൻ പിന്നീട് വേദശിരസിനോട് പറഞ്ഞു, കാക്കയായി ഭവിച്ചാലും അങ്ങേക്ക് ത്രികാലജ്ഞാനവും യോഗസിദ്ധികളും ഉണ്ടാകുന്നതാണ്. അങ്ങനെ വേദശിരസ് ഭൂസുണ്ടൻ എന്ന കാകനായി തീർന്ന് അനിലപർവ്വതത്തിൽ വാസം തുടങ്ങി. രാമഭക്തനായ കാകൻ സർവശാസ്ത്ര വിശാരദനായി തീർന്നു. ഗരുഡന് രാമായണം ഉപദേശിച്ചതും അദ്ദേഹമാണ്. ചാക്ഷുഷ മന്വന്തരത്തിൽ പ്രചേതസനായ ദക്ഷൻ തൻ്റെ 11 കന്യകമാരെ കാശ്യപന് ദാനം ചെയ്തു. അതിൽ മൂത്തവളാണ് കദ്രു. ആ കദ്രുവാണ് ഇപ്പോൾ വസുദേവ പത്നിയായ രോഹിണിയിൽ ജനിച്ച് ബലരാമനെ പ്രസവിച്ചത്. കദ്രു നിരവധി മഹാസർപ്പങ്ങളിൽ പ്രസവിച്ചു. അനേകം ഫണമുള്ളവ, മൂർധാവിൽ മണിയുള്ളവ, തീക്ഷ്ണ വിഷമുള്ളവ ഇവയെല്ലാം ആ കൂട്ടത്തിലുണ്ടായിരുന്നു. കദ്രുവിൻ്റെ മൂത്രപുത്രനായിരുന്നു അനന്തൻ. ആ അനന്തൻ ശേഷൻ ആണ് രോഹിണിയിൽ ജനിച്ചിരിക്കുന്നത്. ബലഭദ്രൻ ഒരു നാൾ ഭഗവാൻ പ്രസന്നനായി അനന്തനോട് പറഞ്ഞു, ഈ ഭൂമിയെ വഹിച്ചു നിൽക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും കഴിവില്ല. അതിനാൽ ജനക്ഷേമത്തിന് വേണ്ടി ആ കൃത്യം നീ തന്നെ നിർവഹിക്കേണ്ടതാണ്. ഇത് കേട്ട അനന്തൻ ശ്രീഹരിയുടെ ആജ്ഞ ശിരസാ വഹിച്ചുവെങ്കിലും ഒരു അവധിക്കായി അപേക്ഷിച്ചു. അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, സർപ്പേന്ദ്ര, നിന്റെ 1000 നാവുകൾ കൊണ്ട് എൻ്റെ ഗുണങ്ങൾ കീർത്തിക്കുക. ഇത് അവസാനിക്കുന്ന നിമിഷം ഭൂമിയെ നിനക്ക് ശിരസിൽ നിന്നും ഇറക്കി വെക്കാം. അനന്തൻ തനിക്ക് നിൽക്കാൻ ഒരു ആധാരം ഭഗവാനോട് ആവശ്യപ്പെട്ടു. നിരാധാരനായി വെള്ളത്തിൽ കിടക്കാൻ കഴിയാത്ത നിനക്ക് ഒരു കൂർമ്മത്തിൻ്റെ രൂപത്തിൽ ഞാൻ ആധാരമായി നിൽക്കാം. എത്ര തന്നെ ഭാരം താങ്ങേണ്ടി വന്നാലും നിനക്ക് ദുഃഖിക്കേണ്ടി വരുന്നില്ല. ഇത് കേട്ട് അനന്തൻ 1,00,000 യോജന കീഴോട്ട് പോയി കൂർമ്മപൃഷ്ഠത്തിൽ നിന്നുകൊണ്ട് തൻ്റെ സഹസ്രഫണങ്ങളിൽ ഭൂമിയെയും വഹിച്ചു നിന്നു. ശേഷൻ അങ്ങനെ പാതാളത്തിലേക്ക് പോയപ്പോൾ മറ്റു സർപ്പങ്ങളും ബ്രഹ്മാജ്ഞയാൽ പാതാളത്തിൽ എത്തിച്ചേർന്നു. ചിലർ അധരത്തിലും മറ്റു ചിലർ സുതരത്തിലും വിതരത്തിലും തരാതരത്തിലുമായി വാസമാക്കി. ശേഷന്റെ സഹോദരനായ കാളിയൻ പോയത് രമണകം എന്ന ദ്വീപിലേക്കാണ്. മറ്റു സർപ്പങ്ങൾക്കില്ലാതിരുന്ന ഗരുഡഭയം കാളിയനെ മാത്രം ബാധിച്ചതിൻ്റെ കാരണവും നാരദ മഹർഷി പറയാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിർത്തുകയാണ്. ശേഷോഭിഖ്യാനം നാളെ വീണ്ടും തുടരും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ.